ഹായ് എവരിവൺ, ഐപ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മെക്കാനിക്സ് ഓഫ് സോളിഡ് നമ്മൾ പഠിക്കുന്നതാണ്. മെക്കാനിക്സ് എന്ന് പറയുന്നത് എൻജിനീയറിംഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ച് തന്നെയാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ആ മെക്കാനിക്സ് എന്തിനെക്കുറിച്ചായിരിക്കും അവിടെ പഠിക്കുന്നത്? മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് റിലേറ്റീവ് മോഷനെ കുറിച്ചും ആൻഡ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അതുപോലെ തന്നെ എലമെൻറ്റുകൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്സ്. ആ മെക്കാനിക്സിനെ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്സ് ഓഫ് സോളിഡ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, അങ്ങനെ മെക്കാനിക്സ് ഓഫ് ലിക്വിഡ്സ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ആദ്യത്തെ ഭാഗം വരുന്നത് സ്ട്രെസ്സിനെ കുറിച്ചും സ്ട്രെയിനെ കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ദ യൂണിറ്റ് ഓഫ് സ്ട്രെസ്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ദ യൂണിറ്റ് ഓഫ് സ്ട്രെസ് ഈസ് വാട്ട്? സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ സ്ട്രെസ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ ദ ഇന്റേണൽ ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ എ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് വാട്ട്? Stress. The internal resistance per unit area is called what? Stress. Stress എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഫോഴ്സ് ഒരു യൂണിറ്റ് ഏരിയയിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രെസ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്, അല്ലേ? അപ്പോൾ സ്ട്രെസ്സിനെ നമ്മൾ നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ സിഗ്മ എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഷിയർ ആണെങ്കിൽ നമ്മൾ ടോ, ഷിയർ സ്ട്രെസ് ആണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും? ടോ എന്ന റെപ്രസെൻറ്റേഷൻ കൊണ്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിനെ പി എന്നെടുത്താൽ പി ബൈ എ. അപ്പോൾ ലോഡിൻ്റെ യൂണിറ്റ് നമുക്ക് എന്താണെന്നറിയാം. ലോഡ് നമ്മൾ പൊതുവെ പറയുന്നത് ന്യൂട്ടൺ ആണ്. പെർ ഏരിയ നമ്മൾ പറയുന്നത് എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്, അല്ലേ? മീറ്റർ MM-ലൊക്കെ പറയാറുണ്ട്. അപ്പം മീറ്റർ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ ദി സ്ട്രെസ് യൂണിറ്റ് എന്ത് വരും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ദി യൂണിറ്റ് ഓഫ് സ്ട്രെസ് ഇവിടെ തന്നിരിക്കുന്നു ന്യൂട്ടൺ. ന്യൂട്ടൺ പെർ മീറ്റർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ മീറ്റർ. അപ്പം ന്യൂട്ടൺ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ ഏരിയ വരത്തില്ല, പെർ യൂണിറ്റ് ലെന്തേ വരത്തുള്ളൂ. പെർ യൂണിറ്റ് ലെന്ത് വന്നാൽ അത് ന്യൂട്ടൺ പെർ മീറ്റർ ആകുന്നുള്ളൂ. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായത്? ദാറ്റ് ഈസ് സ്ട്രെസ്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ അത് വർക്കായി മാറി, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആയി മാറി. സോ ദ കറക്റ്റ് ആൻസർ ഈസ് വാട്ട്? അപ്പം 3 C ആയിരിക്കും, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ. അവിടെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സ്ട്രെസ് കഴിഞ്ഞാൽ അടുത്ത ആ സ്ട്രെസ് മൂലം എന്താ അവിടെ ഉണ്ടാകുന്നത്? സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെന്ത്. 2 ടൈപ്പ് സ്ട്രെയിനുകളാണുള്ളത്, അല്ലേ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും അതുപോലെ എന്താണ്? ലാറ്ററൽ സ്ട്രെയിനും. അപ്പം ലെന്തിലുണ്ടാകുന്ന വേരിയേഷൻ, ഒറിജിനൽ ലെന്തുണ്ട്, നമ്മളുടെ ലോഡ് കൊടുക്കുന്നതുകൊണ്ട് അവിടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു, അതുമൂലം ലെന്തിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ടായാൽ ചേഞ്ച് ഇൻ ലെന്ത് ടു ദ ഒറിജിനൽ ലെന്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കുക. ലീനിയർ സ്ട്രെയിൻ. അപ്പം ഒരു എലമെൻറ്റിനെ നമ്മൾ പിടിച്ച് വലിച്ചാൽ അതിൻ്റെ നീളം കൂടുന്നതോടൊപ്പം അതിൻ്റെ വണ്ണം അല്ലെങ്കിൽ തിക്നെസ് എന്ത് ചെയ്യും? കുറയും, അല്ലേ? അതിൻ്റെ ഡയമീറ്റർ എന്ത് ചെയ്യും? റോഡാണെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ എന്ത് ചെയ്യും? കുറയും. സോ അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ. അപ്പോൾ ഈ 2 സ്ട്രെയിനുകളെ തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് പോയ്സൺസ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ വാട്ട്? ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലീനിയർ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പോയ്സൺസ് റേഷ്യോ. പൊതുവെ ലാറ്ററൽ സ്ട്രെയിൻ എന്തിനേക്കാൾ കുറവായിരിക്കും? ലീനിയർ സ്ട്രെയിനേക്കാൾ കോമൺലി ജനറലി എന്തായിരിക്കും? കുറവ് ആയിരിക്കും. അപ്പോൾ സ്ട്രെയിൻ എന്തില്ല? നോ യൂണിറ്റ്. സ്ട്രെയിൻ ഒരു ഡയമെൻഷനൽ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിനുകൊണ്ട് ഒരു യൂണിറ്റും ഇല്ല. സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്താണെന്ന് പഠിച്ചു? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇത് യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ എന്താണ്? മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? ദി യൂണിറ്റ് ഓഫ് സ്ട്രെസ് ഈസ് ഓപ്ഷൻ സി, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സെക്കൻഡ്, സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ്. സ്ട്രെയിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ ആയോ? ഇല്ല. ഒരു വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് അവിടെ സ്ട്രെയിൻ ആയില്ല, അവിടെ എന്തോ ഒരു തരത്തിലുള്ള ഡീഫോർമേഷൻ ഉണ്ടായി. അപ്പോൾ ചേഞ്ച് ഇൻ സംതിങ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിനൽ സംതിങ്. ഒറിജിനലായിട്ടുള്ള എന്തോ ഒരു കാര്യത്തെ നമ്മൾ ചേഞ്ച് ചെയ്യുക, അതുമായിട്ട് റെഫറൻസ് ചെയ്തുകൊണ്ട് ചേഞ്ച് ചെയ്തതിനെ നമുക്ക് പറയുവാണെങ്കിൽ അതിനെ നമുക്ക് സ്ട്രെയിൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഇൻ വോളിയം. കറക്റ്റ് ആണോ? അല്ല. ലോഡ് പെർ യൂണിറ്റ് ഏരിയ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ലോഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോട്ട് സ്ട്രെയിൻ, ദാറ്റ് ഈസ് സ്ട്രെസ്.
Change in length per original length. That is the correct answer. Strain is defined as what? Change in. Strain നമ്മൾ represent ചെയ്യുന്ന small letter e എന്നോ അല്ലെങ്കിൽ എപ്സിലോൺ ഇങ്ങനെയോ നമുക്ക് സ്ട്രെയിൻ എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ സ്ട്രെയിൻ മീൻസ് ചേഞ്ച് ഇൻ ലെന്ത് dl ഓവർ ഒറിജിനൽ ലെന്ത് എൽ എന്നെടുത്താൽ ചേഞ്ച് ഇൻ ലെന്ത് ഓവർ ഒറിജിനൽ ലെന്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ സ്ട്രെയിൻ ഓർ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാം. അപ്പൊ ചേഞ്ച് ഇൻ ലെന്ത് പെർ യൂണിറ്റ് ലെന്ത് ആയിരിക്കും, ചേഞ്ച് ഇൻ ലെന്ത് പെർ യൂണിറ്റ് ലെന്ത് ആണ് എന്ത്, സ്ട്രെയിൻ. നൺ ഓഫ് ദിസ് എന്നാണ് ലാസ്റ്റ് ഓപ്ഷൻ. സോ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് സി. ദാറ്റ് സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഇൻ ലെന്ത് പെർ ഒറിജിനൽ ലെന്ത്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇത് ഏത് സ്ട്രെയിൻ ആണ്? ചേഞ്ച് ഇൻ ലെന്ത് ടു ഒറിജിനൽ ലെന്ത് എന്ന് പറയുന്നത് ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാം. എന്താണ് ലീനിയർ സ്ട്രെയിൻ? അപ്പം ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ദ ഒറിജിനൽ ഡയമീറ്റർ, ഓർ ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് ടു ദ ഒറിജിനൽ ബ്രെഡ്, ഓർ ചേഞ്ച് ഇൻ ഹൈറ്റ് ടു ദ ഒറിജിനൽ ഹൈറ്റ്. ഇതൊക്കെ പറയുന്നത് ലാറ്ററൽ സ്ട്രെയിൻ ആണ്. ഈ രണ്ടിൻ്റെയും കൂടെ റേഷ്യോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂ അല്ലെങ്കിൽ ന്യൂ എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരെന്താണ്? പോയിസൺസ് റേഷ്യോ. എന്താണ്? പോയിസൺസ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ. നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിസൺസ് റേഷ്യോ. So strain is defined as change in length per unit length. That is the correct answer. മൂന്നാമത്തെ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി? ഈ പറഞ്ഞിരിക്കുന്നവയിൽ ആരാണ് ഡൈമെൻഷൻ ഇല്ലാത്തത്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ആരായിരിക്കും? സ്ട്രെസ്സിന് ഡൈമെൻഷൻ ഉണ്ട്. വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് സ്ട്രെസ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? അവിടെ യൂണിറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ ഡൈമെൻഷൻ ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഒരു ഡൈമെൻഷണൽ ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ അവിടെ വരുന്നത് സ്ട്രെസ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലേ? സ്ട്രെയിൻ യൂണിറ്റ് ഉണ്ടോ? ചേഞ്ച് ഇൻ ലെന്ത് ടു ഒറിജിനൽ എന്താ? അപ്പോൾ ഒരു ഡൈമെൻഷണൽ ക്വാണ്ടിറ്റി ആണ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെയിൻ ആണ് കറക്റ്റ് വൺ. മോഡുലസ് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് വെലോസിറ്റിയുടെ യൂണിറ്റും ഓർ യങ്സ് മോഡുലസ് ഓഫ് വെലോസിറ്റി ഒക്കെ സെയിം ആണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഷിയർ സ്ട്രെസ് അതിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് ഡൈമെൻഷണൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കും? ദാറ്റ് ഈസ് സ്ട്രെയിൻ. ഡൈമെൻഷണൽ ക്വാണ്ടിറ്റി ഇവിടെ വരുന്നത് ആരാണ്? കറക്റ്റ് വൺ ഈസ് സ്ട്രെയിൻ. Fourth one, in a stress strain curve, the point beyond the material does not return to original shape. അപ്പോൾ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സ്ട്രെസ് സ്ട്രെയിൻ കർവുകൾ അല്ലേ? അപ്പോൾ ഒരു സ്ട്രെസ് സ്ട്രെയിൻ കർവ് ബ്രിട്ടിൽ മെറ്റീരിയലിനും ഉണ്ട്, അതുപോലെ ഡക്റ്റൈൽ മെറ്റീരിയലിനും ഉണ്ട്. അപ്പം ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഈ രീതിയിലായിരിക്കും ആ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പോകുന്നത്. ഈ രീതിയിലായിരിക്കും ആ കർവ് പോകുന്നത്. സ്ട്രെസ് ഉണ്ട്, വൈ ആക്സിസ് നമ്മൾ സ്ട്രെസ് എടുക്കാം, എക്സ് ആക്സിസിൽ നമ്മൾ എന്തെടുക്കാം? സ്ട്രെയിൻ എടുക്കാം. അപ്പം സ്ട്രെയിനും സ്ട്രെസ്സുമായിട്ട് നമ്മൾ വരിക്കുകയാണെങ്കിൽ ഈ ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ലീനിയർ ആയിട്ടായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ പോർഷൻസ് ആയിരിക്കും ഇത്രയും വരുന്നത്. ഇവിടെ വരെ വിളിക്കാം, അതിനെയാണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുന്നത്. അവിടെ വരെ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ദെൻ ചെറിയൊരു വേരിയേഷൻ വരുന്നു. അവിടെ നമുക്ക് അടുത്ത പോയിന്റ് വരുന്നതാണ് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയാം. ആ ലിമിറ്റ് വരെ നമ്മൾ ലോഡ് കൊടുത്താൽ ഡീഫോർമേഷൻ ഉണ്ടാകുന്നു, ലോഡ് റിമൂവ് ചെയ്താൽ തിരിച്ച് പ്രധാന ഷേപ്പിലേക്ക് വരുന്നു. പിന്നെ ഒരു പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് പോയി ഈൽഡ് പോയിന്റ് വരുന്നു, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് പോയി പിന്നെ നമ്മൾ ഏറ്റവും വലിയ സ്ട്രെസ്സിലേക്ക് പോകുന്നു, അൾട്ടിമേറ്റ് സ്ട്രെസ്. അതിനുശേഷം ഫെയിലിയർ അല്ലെ ഫ്രാക്ചർ പോയിന്റിലേക്ക് വരുന്നു. എന്നാൽ ബ്രിട്ടിൽ മെറ്റീരിയൽസിന്റെ ഗ്രാഫാണ് വരയ്ക്കുന്നതെങ്കിൽ നേരെ ഇത് ഈ രീതിയിലേക്ക് മാറും. പെട്ടെന്ന് ഡീഫോർമേഷൻ, അതായത് ഡക്ടിലിറ്റി കുറവാണ്, ബ്രിട്ടിൽ പ്രോപ്പർട്ടി കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് ഫെയിലിയർ ആകാനുള്ള ഒരു സാധ്യത അവിടെ എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. സോ ഇൻ എ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ദ പോയിന്റ് ബിയോണ്ട് വിച്ച് ദ മെറ്റീരിയൽ ഡസ് നോട്ട് റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. ഏത് പോയിന്റ് കഴിഞ്ഞാണ് മെറ്റീരിയൽ എന്ത് ചെയ്യാത്തത്? വരാത്ത. അതായത് ഇൻ എ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ദ പോയിന്റ് ബിയോണ്ട്, ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ മെറ്റീരിയൽ ഡസ് നോട്ട് റിട്ടേൺ ടു ഒറിജിനൽ ഷേപ്പ്, ഒറിജിനൽ ഷേപ്പിലേക്ക് മെറ്റീരിയൽ വരികയില്ല. അത് ഏതാണെന്ന്? ഇലാസ്റ്റിക് ലിമിറ്റ്, പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഈൽഡ് പോയിന്റ്, ഫ്രാക്ചർ പോയിന്റ്. ഏതായിരിക്കും? ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കും. പ്രൊപ്പോർഷണൽ ലിമിറ്റിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈൽഡ് പോയിന്റ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആയി മാറി, പെർമനന്റ് ഡിഫോർമേഷൻ ആയി. ഫ്രാക്ചർ പോയിന്റ് കംപ്ലീറ്റ് ഫെയിലിയർ ആയി മാറി. സോ ദാറ്റ് ലിമിറ്റ് ഈസ് വാട്ട്? The point beyond which material does not return to its original shape. ഇലാസ്റ്റിക് ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഗെയിൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? The point beyond which material does not,
പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡസ് നോട്ട് എന്നാണ്. അപ്പം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. അതായത് ഇലാസ്റ്റിക് ലിമിറ്റ് വരെ നമുക്ക് ബോഡിയെ എന്ത് ചെയ്യാം, മെറ്റീരിയലിനെ നമുക്ക് റീഗെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരാം. ഇലാസ്റ്റിക് ലിമിറ്റ് വരെ നമ്മൾ ലോഡ് കൊടുത്താൽ ഡിഫോർമേഷൻ സംഭവിക്കുന്നു, ലോഡ് റിമൂവ് ചെയ്താൽ തിരിച്ചു വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് എത്തും. എന്നാൽ ഏത് പോയിന്റിലാണ് വരാത്തതെന്നാണ്, ഡസ് നോട്ട് റിട്ടേൺ ടു ഇറ്റ്സ്, അത് ഏതായിരിക്കും, പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ വരുമ്പോഴാണ് അത് ഈൽഡ് പോയിന്റ് ആണ്. ഈൽഡ് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യത്തില്ല, തിരിച്ച് വരില്ല. ദാറ്റ് കറക്റ്റ് ആൻസർ ഈസ് ഈൽഡ് പോയിന്റ്. ഫിഫ്ത്ത് വൺ, ദ റീജിയൻ അണ്ടർ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ് റെപ്രസെന്റ്. നമ്മളിപ്പോൾ നമ്മൾ മുമ്പേ വരച്ച് കാണിച്ചാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്, ഡക്റ്റൈലിൻ്റെയും ബ്രിട്ടിൽ മെറ്റീരിയൽസ്. ആ റീജിയൻ അണ്ടർ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവിന് അടിയിലുള്ള റീജിയൻ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്ട്രെയിൻ എനർജിയാണോ, ഈൽഡ് സ്ട്രെസ്സിനെയാണോ, ഫ്രാക്ചർ ടഫ്നെസ്സിനെയാണോ, മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണോ? ഏതിനെയായിരിക്കും? ദാറ്റ് ഈസ് സ്ട്രെയിൻ എനർജി. ദ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? സ്ട്രെയിൻ എനർജി ആയിരിക്കും. കാരണം അവിടെ സ്ട്രെസ് കൊണ്ട് എന്തുണ്ടായിട്ടുണ്ട്? സ്ട്രെയിൻ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ റീജിയനിൽ ഉണ്ടാകുന്നത് മുഴുക്കെ എന്തായിരിക്കും? സ്ട്രെയിൻ എനർജി ആയിരിക്കും. ദ റിലേഷൻ E is equal to 2G into 1 plus mu connect. ഈ റിലേഷൻ ആണ് E is equal to 2G into 1 plus mu എന്ന് പറയുന്ന റിലേഷൻ എന്തിനെയാണ് കണക്ട് ചെയ്യുന്നത്? യങ്സ് മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ്, യങ്സ് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ്, ഷിയർ മോഡുലസ് ആൻഡ് പോയിസൺസ് റേഷ്യോ, ബൾക്ക് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ്. അപ്പോൾ പല രീതിയിലുള്ള റിലേഷൻസ് ഉണ്ട്. E is equal to 2G into 1 plus mu എന്നാണ്. G എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെയാണ്? മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി, അതായത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ് ദാറ്റ് ഈസ് ഷിയർ മോഡുലസ് എന്ന് പറയുന്നത്. ഇതാണ് യങ്സ് മോഡുലസും. അപ്പോൾ ഇവിടെ നോക്കിയേ, യങ്സ് മോഡുലസും ഷിയർ മോഡുലസും പോയിസൺസ് റേഷ്യോ എല്ലാം കൂടെ കണക്ട് ചെയ്യുന്ന റിലേഷനാണ് E is equal to 2G into എന്ത് വരുന്നത്? 1 plus mu എന്ന് വരുന്നത്. അതുപോലെ ഒരെണ്ണം ഉണ്ട്, മറ്റൊരു റിലേഷൻ ഉള്ളതാണ് E is equal to, അതും പഠിക്കണം. E is equal to 3K into 1 minus 2 mu. mu എന്ന് പറയുന്നത് പോയിസൺസ് റേഷ്യോ. ഇത് ബൾക്ക് മോഡുലസ് ഓഫ് വെലോസിറ്റിയും ബൾക്ക് മോഡുലസും. ഇവിടെ ബൾക്ക് മോഡുലസ് വരുന്നുണ്ട്, ഇവിടെ മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ് വരുന്നത്. സോ അപ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ ഇതിൻ്റെ ഏതായിരിക്കും? യങ്സ് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ് ആണ്. യങ്സ് മോഡുലസ് ആൻഡ് ഷിയർ മോഡുലസ്. Question number 7. Hooke's law is valid up to. Hooke's law എവിടെ വരെയാണ് വാലിഡ്? അൾട്ടിമേറ്റ് പോയിന്റ്, പ്രപ്പോർഷണൽ ലിമിറ്റ്, ഫ്രാക്ചർ പോയിന്റ്, ഈൽഡ് പോയിന്റ്. ഹുക്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതിനെയാണ് നമ്മൾ പറയുന്നത് ഹുക്സ് ലോ ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയാം. ഇലാസ്റ്റിക് ലിമിറ്റിലാണ്, പ്രപ്പോർഷണൽ ലിമിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പം വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്തായിരിക്കണം? സ്ട്രെയിൻ. ഇലാസ്റ്റിക് ലിമിറ്റിൽ സ്ട്രെസ് സ്ട്രെയിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ അതെന്ത് പറയാം? ഹുക്സ് ലോ. അപ്പോൾ ഹുക്സ് ലോ വാലിഡ് ആകുന്നത് ഇവിടെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇല്ല, അൾട്ടിമേറ്റ് പോയിന്റ് വരെ പോകില്ല എന്തായാലും, പ്രപ്പോർഷണൽ ലിമിറ്റ് വരെ പോകും, ഫ്രാക്ചർ പോയിന്റിലോട്ട് പോകത്തില്ല, ഈൽഡ് പോയിന്റിലോട്ടും പോകത്തില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് വാട്ട്? പ്രപ്പോർഷണൽ ലിമിറ്റ്. ഹുക്സ് ലോ വാലിഡ് കറക്റ്റായിട്ട് 100% വാലിഡ് ആകുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ പോർഷൻ വരുന്നത് എവിടെ വരെ ഉള്ളൂ? പ്രപ്പോർഷണൽ ലിമിറ്റ്. അത് കഴിഞ്ഞും ബോഡിക്ക് ഇലാസ്റ്റിറ്റി ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലൊരു കർവായി മാറുന്നുണ്ട്. ആ സമയത്ത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ല. ഹുക്സ് ലോ പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നത് ഏത് ലിമിറ്റ് വരെ ഉള്ളൂ? പ്രപ്പോർഷണൽ ലിമിറ്റാണ്. 8. മാക്സിമം ഷിയർ സ്ട്രെസ് ഒക്കേഴ്സ് അറ്റ്. ഷിയർ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെയാണ് ഉണ്ടാകുന്നത്? പ്രിൻസിപ്പൽ പ്ലെയിനിലാണോ? 45 ഡിഗ്രി ഫ്രം ദ പ്രിൻസിപ്പൽ പ്ലെയിൻ. പ്രിൻസിപ്പൽ പ്ലെയിനിലാണോ? 45 ഡിഗ്രി ഫ്രം ദ പ്രിൻസിപ്പൽ പ്ലെയിൻ ആണോ? എലോങ് ആക്സിയൽ ഡയറക്ഷനിലാണോ? എനി പ്ലെയിൻ ആണോ? എവിടെയാണ് മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നത്? മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നത് എവിടെയാണ്? മാക്സിമം ഷിയർ സ്ട്രെസ്. അപ്പോൾ ഏത് പറയാം നമുക്ക്? മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്നത് പ്രിൻസിപ്പൽ പ്ലെയിനിലാണോ? അല്ല. 45 ഡിഗ്രി ഫ്രം ദ പ്രിൻസിപ്പൽ പ്ലെയിൻ ആണോ? എലോങ് ആക്സിയൽ ഡയറക്ഷനിലാണോ? എനി പ്ലെയിൻ ആണോ? സോ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? മാക്സിമം ഷിയർ സ്ട്രെസ് എപ്പോഴും ഉണ്ടാകുന്നത് 45 ഡിഗ്രി ഫ്രം ദ പ്രിൻസിപ്പൽ പ്ലെയിൻ. പ്രിൻസിപ്പൽ ലൈനിൽ നിന്ന് എത്ര മാറിയാണ്? 45 ഡിഗ്രി മാറിയാണ് മാക്സിമം എന്തുണ്ടാകുന്നത്? ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് 45 ഡിഗ്രി ഫ്രം ദ പ്രിൻസിപ്പൽ പ്ലെയിൻ. അടുത്തത് മോർ സർക്കിൾ.
ദ റേഡിയസ്. അപ്പോൾ മോർ സർക്കിളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മോർ സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു മോർ സർക്കിൾ വരച്ചാൽ ഒരു സ്ട്രെസ് ടെൻസയിലും രണ്ട് സ്ട്രെസ്സും ടെൻസിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെ സ്ട്രെസ് സിഗ്മ 1, രണ്ടാമത്തെ സ്ട്രെസ് സിഗ്മ 2. അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. എ സി എന്ന് പറയുന്ന ഫസ്റ്റ് സ്ട്രെസ്, ലോങ് സ്ട്രെസ്, രണ്ടും ടെൻസൈൽ സ്ട്രെസ് ആണ്. ആദ്യത്തെ സ്ട്രെസ് എ സി എന്ന് പറയുന്നത്, രണ്ടാമത്തെ സ്ട്രെസ് എ ബി ആണ്. ദെൻ എ സിയുടെ എ ബിയുടെ ഇടയിലുള്ള പോയിന്റ് ബിയിൽ നിന്ന് ഒരു ബി സിയോ എ ബിയോ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിനെയാണ് നമ്മൾ ഇത് പറയുന്നത് മോർ സർക്കിൾ എന്ന് പറയുന്നത്. രണ്ടും ടെൻസൈലാണെങ്കിൽ, രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെങ്കിൽ സെയിം ആണെങ്കിലാണ് ഈ പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ എന്ത് വരയ്ക്കണം? മോർ സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സ്ട്രെസ്സുകൾ കാണാം. അപ്പം രണ്ട് സ്ട്രെസ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, രണ്ടും ടെൻസൈലോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ ടെൻസൈൽ സ്ട്രെസ് ഞാൻ വരച്ചു, അത് റെപ്രസെൻറ്റ് ചെയ്തു എ സി എന്ന് വരച്ചു. ആ സ്ട്രെസ് സിഗ്മ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ ടെൻസൈൽ സ്ട്രെസ് നമുക്ക് എ ബി എടുക്കാം, എ ബി. അടുത്ത നമ്മൾ ബി സിയുടെ സെൻറ്റർ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. ആ ബി സിയുടെ സെൻറ്റർ മാർക്ക് ചെയ്ത് ഒ എന്ന് വരും. എന്നിട്ട് ഒ ബിയോ ഒ സിയോ റേഡിയസ് ആയിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. ആ സർക്കിളിനെ വിളിക്കുന്ന പേരാണെന്ത്? മോർ സർക്കിൾ. ഇവർ ചോദിച്ചിരിക്കുന്നത് മോർ സർക്കിളിൽ റേഡിയസ് എന്തിനെ, ഈ റേഡിയസ് ഒ ബി അല്ലെങ്കിൽ ഒ സി എന്ന് പറയുന്ന റേഡിയസ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് രണ്ടും ടെൻസൈൽ സ്ട്രെസ്സുകളാണ്, സിഗ്മ 1ഉം സിഗ്മ 2. അതുകൊണ്ടാണ് ഒരിടത്തേക്ക് വരച്ചത്. അപ്പം ഇവിടെ നിന്ന് ഞാനിനി ഈ പറയുന്ന പോയിന്റ് കൊണ്ട് ഈ ഒ ബി ഒ സി റേഡിയസ് ആയിക്കൊണ്ട് എന്ത് വരച്ചു? ഒരു സർക്കിൾ വരച്ചു. അതിനുശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 2θ ഡിഗ്രി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 2θ ഇന്റർവൽ എടുത്ത് ഒരു ലൈൻ വരയ്ക്കുക. അത് ഈ സർക്കംഫറൻസിൽ പോയി മുട്ടി അവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, ഒരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഇവിടുത്തെ ടാൻജൻഷ്യൽ സ്ട്രെസ്സിനെയും ഈ എ മുതൽ ഇവിടെ വരെയുള്ള ലെന്ത് റെപ്രസെന്റ് ചെയ്യുന്നത് അവിടുത്തെ നോർമൽ സ്ട്രെസ്സിനെയും ഈ ഡയഗണൽ റെപ്രസെന്റ് ചെയ്യുന്നത് അവിടുത്തെ റിസൾട്ടന്റ് സ്ട്രെസ്സിനെ ആയിരിക്കും. ഇതാണ് ഒരു മോർ സർക്കിൾ ഇഫ് ടു ടെൻസൈൽ സ്ട്രെസ്സസ് ആർ ആക്ടിങ്. അപ്പോൾ ഇവിടുത്തെ റേഡിയസ് ആയ ഒ ബി ഒ സി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇൻ മോർ സർക്കിൾ ദ റേഡിയസ് റെപ്രസെന്റ് വാട്ട്? റേഡിയസ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മാക്സിമം നോർമൽ സ്ട്രെസ്സിനെയാണോ? അല്ല. മിനിമം ഷിയർ സ്ട്രെസ്സിനെയാണോ? അല്ല. മാക്സിമം ഷിയർ സ്ട്രെസ്സിനെയാണോ? പ്രിൻസിപ്പൽ സ്ട്രെയിനെയാണോ? അപ്പോൾ ഓർത്തോണം, മോർ സർക്കിളിൽ റേഡിയസ് റെപ്രസെന്റ് ചെയ്യുന്ന എപ്പോഴും മാക്സിമം ഷിയർ സ്ട്രെസ് ആയിരിക്കും. മാക്സിമം ഷിയർ സ്ട്രെസ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇഫ് എ ബാർ ഈസ് ഹീറ്റഡ്, ഞാനൊരു ബാറിനെ എടുത്ത് നല്ല രീതി ചൂടാക്കാമെന്ന് വിചാരിച്ചു. വൈൽ ബോത്ത് എൻഡ് ആർ ഫിക്സഡ്, ഒരു എൻ്റെ ഫിക്സ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ ചൂടാക്കുമ്പോൾ ബാർ എന്ത് ചെയ്യും? ഇലോങ്ങേറ്റ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ഞാൻ തണുപ്പിക്കുന്നു, ബാർ എന്ത് ചെയ്യും? ഇലോങ്ങേറ്റ് ചെയ്യും. അവിടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളവിടെ എങ്ങും ഫിക്സ് ചെയ്തിട്ടില്ല. ഒരു ബാർ എടുത്തു, ബാറിനെ നമ്മൾ ഹീറ്റ് ചെയ്തു, അത് തന്നെത്താൻ അതിൻ്റെ ടെമ്പറേച്ചർ കൂടി, അതെന്ത് ചെയ്തു? എന്താ പറയുന്നത്? അതിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ അതെന്ത് ചെയ്യും? തിരിച്ചു വരും, അല്ലേ? അപ്പോൾ അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നില്ല? സ്ട്രെസ്സുകളൊന്നും തന്നെ ഡെവലപ്പ് ചെയ്യുന്നില്ല. എന്നാൽ രണ്ടെൻഡും ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട്, രണ്ടെൻഡും നമ്മൾ എന്ത് ചെയ്ത് വെച്ചുകൊണ്ട്? ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട്, ഈ രീതിയിൽ രണ്ടെൻഡും ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ബാർ എടുത്തിട്ട് ആ ബാറിനെ നല്ല രീതിയിൽ ചൂട് കൊടുക്കുകയാണെങ്കിൽ, ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇതിന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഒരു ഒപ്പോസിഷൻ വന്നു, ഇവിടെ ഒരു ഒപ്പോസിഷൻ വന്നു. അങ്ങനെ ഒപ്പോസിഷൻ വരുമ്പോൾ ഇവിടെ എന്ത് ബിൽഡപ്പ് ചെയ്യും? ഒരു സ്ട്രെസ് ഇവിടെ എന്ത് ചെയ്യും? ബിൽഡപ്പ് ചെയ്യും. സോ ആ സ്ട്രെസ് ഏത് തരത്തിലുള്ള സ്ട്രെസ് ആണെന്നാണ് ചോദിക്കുന്നത്. ടെൻസൈൽ ആണോ, അതുപോലെ ഷിയർ ആണോ, കംപ്രസീവ് ആണോ, അല്ലെങ്കിൽ സീറോ ആണോ? റിസൾട്ടിങ് സ്ട്രെസ് സീറോ ആണോ, ടെൻസൈൽ ആണോ, ഷിയർ ആണോ, കംപ്രസീവ് ആണോ? അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്തായിരിക്കും? കംപ്രസീവ് ആയിരിക്കും. എന്തായിരിക്കും? രണ്ടിനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും? കംപ്രസീവ് ആയുള്ള സ്ട്രെസ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 11. ചേഞ്ച് ഇൻ ലെന്ത് ഡ്യൂ ടു ആക്സിയൽ ലോഡിങ്. ആക്സിയൽ ലോഡിങ് വഴിയുള്ള ചേഞ്ച് ഇൻ ലെന്തിൻ്റെ ഇക്വേഷൻ ഇതിലേതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചാണ് സ്ട്രെസ് എന്താണ്? ലോഡ് ബൈ ഏരിയ. അപ്പോൾ സ്ട്രെയിന് ചേഞ്ച് ഇൻ ലെന്ത് ബൈ ഒറിജിനൽ. ഈ സ്ട്രെയിനെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ എഴുതാം. എങ്ങനെ എഴുതാം? സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹുക്സ് ലോ അനുസരിച്ച് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് വെലോസിറ്റി. ഹുക്സ് ലോ പറയുന്നത് എന്താ? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വാട്ട്? സ്ട്രെയിൻ, അല്ലേ?
സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. അപ്പോൾ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാറ്റാൻ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യും. ആ കോൺസ്റ്റന്റ് ആണ് യങ്സ് മോഡുലസ് ഓഫ് വെലോസിറ്റി. അപ്പോൾ ഇവിടുന്ന് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈ ക്യാപിറ്റൽ ചെയ്യാന്ന് കിട്ടി. ഇവിടുന്ന് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതാം, സിഗ്മ ബൈ ഇ എന്ന് വരും. ഈ രണ്ടെണ്ണം കൂടെ ഒന്ന് റിലേറ്റ് ചെയ്താൽ നമുക്ക് എഴുതാം സിഗ്മ ബൈ ഇ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ ലെന്ത് ബൈ ഒറിജിനൽ ലെന്ത് എന്ന് എഴുതാം. സിഗ്മ ബൈ ഇ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ എൽ എന്ന് എഴുതാം. ഈ സിഗ്മയ്ക്ക് പകരം ഞാൻ പി ബൈ എ എന്ന് കൊടുത്താൽ, പക്ഷേ എ ഡിനോമിനേറ്ററിലാണ്, അപ്പോൾ സിഗ്മയുടെ അവിടെ ന്യൂമറേറ്ററിൽ പി എഴുതുക, ഡിനോമിനേറ്ററിൽ എ ഇട്ട് കൊടുക്കുക. അപ്പോൾ പി ബൈ എ ഈസ് ഈക്വൽ ടു എന്ത് വരും, ഡി എൽ ബൈ എൽ എന്ന് വരും. ഈ എൽ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി എൽ ഈസ് ഈക്വൽ ടു എന്ത് വരും, ഡി എൽ ഈസ് ഈക്വൽ ടു പി എൽ ബൈ എ. അപ്പോൾ ഈ ഡി എല്ലിനെയാണ് നമ്മൾ പറയുന്നത് ചേഞ്ച് ഇൻ ലെന്ത് എന്ന് പറയുന്നത്. അപ്പം ചേഞ്ച് ഇൻ ലെന്ത് ഡ്യൂ ടു എന്ത് ലോഡിങ്, ആക്ച്വൽ ലോഡിങ് ഈസ് ഗിവൺ ബൈ വിച്ച് ഇക്വേഷൻ, പി എൽ ബൈ എ ഇ ബൈ പി എൽ, പി എ ബൈ എൽ എ, പി ബൈ എ എൽ. അപ്പോൾ കറക്റ്റ് ആൻസർ നമ്മൾ ഡിറൈവ് ചെയ്തു എന്താ, പി എൽ ബൈ എ ഇ. സോ ദ ആൻസർ ഈസ് വാട്ട്, പി എൽ ബൈ എ ഇ. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്, പി എൽ ബൈ എ ഇ. The next one is angle of twist. Angle of twist is directly proportional to what? Angle of twist arc directly proportional ആണ്. Torque, length, polar moment of inertia, both A and B. Angle of twist theta ആണ്. Theta arc directly proportional ആണ്. ടോർക്കിനാണോ, ലെന്തിനാണോ, പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണോ, അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ, ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. നമ്മൾ ടോർഷന്റെ ഇക്വേഷൻ പഠിച്ചാണ്, ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ആർ വിൽ ബി ദ റേഡിയസ് ജി തീറ്റ ബൈ എൽ. അപ്പം ഇതാണ് ടോർഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ടി ബൈ ജെ ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടോ ബൈ ആർ ഈസ് ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. അപ്പം ഇവിടെ നമ്മൾ ടോർക്ക് ടി ബൈ ജെ ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതിയാൽ ജി തീറ്റ ബൈ എൽ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടി എൽ ബൈ എൽ ഇങ്ങോട്ട് വരുന്നു, ജി ഇങ്ങോട്ട് വരുന്നു, ടി എൽ ബൈ ജി ജെ ഈസ് ഈക്വൽ ടു എന്താണ്, തീറ്റ. അപ്പൊ നോക്കിയേ, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ, തീറ്റ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണോ ജിക്കും ജെയ്ക്കും, അല്ല, ഇൻവേഴ്സിലി ആണ്, ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. തീറ്റ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വാട്ട്, ടോർക്ക്, പിന്നെന്താണ്, ലെന്ത്. അപ്പൊ ടോർക്കും ഉണ്ട് ലെന്തും ഉണ്ട്. സോ ദ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് തീറ്റ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വാട്ട്, ടോർക്ക് ആൻഡ് ലെന്ത്. അവിടെ നമ്മൾ ഉപയോഗിച്ചത് ടോർഷൻ ഇക്വേഷൻ ആണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഡി, എ ആൻഡ് ബി. 13th question. The power transmitted by a shaft, ഒരു ഷാഫ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ ടി ഇൻറ്റു ഒമേഗ, ടി ബൈ ഒമേഗ, ടി ഇൻറ്റു ആർ, ഒമേഗ ബൈ ടി. പവർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 2π nt by 60 എന്നാണ്. പവർ ഈസ് ഈക്വൽ ടു എന്താണ്, 2π nt by 60. ഈ 2π n by 60 നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. സോ പവർ ഈസ് ഈക്വൽ ടു എന്ത് വരും, ഒമേഗ ഇൻറ്റു ടി ഓർ ടി ഒമേഗ. പവർ ഈസ് ഈക്വൽ ടു എന്താണ്, ഒമേഗ ഇൻറ്റു ടി ഓർ ടി ഒമേഗ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് വാട്ട്, ടി ഒമേഗ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Then 14th question. The point where shear force changes sign. ഏത് പോയിന്റിൽ, ഒരു പോയിന്റിൽ വെച്ച് ഷിയർ ഫോഴ്സ് സൈൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിൽ എന്താണ് ഉണ്ടാകുന്നത്, മാക്സിമം സ്ട്രെസ് ആണോ ആ പോയിന്റ്, അല്ലെങ്കിൽ ആ പോയിന്റ് ഇൻഫ്ലക്ഷൻ എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആണോ, സപ്പോർട്ട് പോയിന്റ് ആണോ? കറക്റ്റ് ആൻസർ എന്തായിരിക്കും, ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്ത പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ദാറ്റ് ഈസ് കോൾഡ് മാക്സിമം ബെൻഡിങ് പോയിന്റ്, ബെൻഡിങ് മൊമെന്റ്, മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്താൽ അതെന്തായിരിക്കും, പോയിന്റ് ഓഫ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആയിരിക്കും. ആ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്നത്. അതേപോലെ ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്താൽ അവിടെ ഉണ്ടാകുന്നതാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സ്വർ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയാം. അത് ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ്. എവിടെ ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്താൽ അവിടെ എന്താ ഉണ്ടാകുന്നത്, ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് മാക്സിമം bending moment. The correct answer is what? C, the point of maximum bending moment. 15th question. A concentrated load on a simply supported beam causes parabolic SF diagram, uniform BMD, triangular BMD, linear SF diagram. അപ്പോൾ
ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ഓൺ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം കോസസ്, ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഒറ്റ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് മീൻസ് ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്താൽ അവിടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒരു പരാബോളിക് ആണോ, യൂണിഫോം ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രം ആണോ, ട്രയാങ്കുലർ ബെൻഡിംഗ് മൊമെന്റ് ഡയഗ്രം ആണോ, ലീനിയർ ഷിയർ ഫോഴ്സ് ഡയഗ്രം ആണോ? അപ്പോൾ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡാണ് സിംപ്ലി സപ്പോർട്ട് ബീമിൽ വരുന്നതെങ്കിൽ അവിടെ വരുന്നത് ലീനിയർ എന്തായിരിക്കും? SF ഡയഗ്രം, ലീനിയർ ഷിയർ ഫോഴ്സ് ഡയഗ്രം ആയിരിക്കും. Question number 16. Maximum bending stress occur at, maximum bending stress, not shear stress, bending stress എവിടെയാണ് ഉണ്ടാകുന്നത്? ന്യൂട്രൽ ആക്സിസ്, ഔട്ടർ ഫൈബർ, മിഡ് പോയിന്റ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി. എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ മാക്സിമം ബെൻഡിങ് ഉണ്ടാകുന്നത്? ഷിയർ അല്ല, മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഉണ്ടാകുന്നത് ന്യൂട്രൽ ആക്സിസിലാണോ, ഔട്ടർ ഫൈബറിലാണോ, മിഡ് പോയിന്റിലാണോ, സെന്റർ ഓഫ് ഗ്രാവിറ്റി? എവിടെയായിരിക്കും? ഔട്ടർ ഫൈബേഴ്സിലായിരിക്കും. ബെൻഡിങ് ഉണ്ടാകുന്നത് ഔട്ടർ ഫൈബറിലായിരിക്കും. ഷിയർ ഉണ്ടാകുന്നത് നമുക്ക് വേണമെങ്കിൽ അവിടെ പറയാം ന്യൂട്രൽ ആക്സിസിൽ പറയാം. ഷിയർ സ്ട്രെസ് മാക്സിമം ഉണ്ടാകുന്നത് ന്യൂട്രൽ ആക്സിലാണ്, പക്ഷെ ബെൻഡിങ് സ്ട്രെസ് മാക്സിമം ഉണ്ടാകുന്നത് ഔട്ടർ ഫൈബേഴ്സിലായിരിക്കും, ഒന്നെങ്കിൽ മേളിലോ താഴെയോ. Question number 17. Bending stress in a beam is given by. Bending stress എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? അവിടെ നമ്മൾക്ക് ബെൻഡിങ് ഇക്വേഷൻ ഉണ്ട്. M/I is equal to sigma by y is equal to E by R. ഈ റിലേഷനാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ടോർഷൻ പറഞ്ഞതുപോലെ M/I is equal to sigma by y is equal to E by R. ഈ യങ്സ് മോഡുലസ്, R റേഡിയസ്, സിഗ്മ സ്ട്രെസ് ആണ്, M മൊമെന്റ്, I മൊമെന്റ് ഓഫ് ഇനർഷ്യ, Y ഡെപ്ത് ആണ്. നമുക്ക് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ആ ബോഡിയുടെ ഔട്ടർ സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ബെൻഡിങ് സ്ട്രെസ് സിഗ്മ ഇതുമായിട്ട് റിലേറ്റ് ചെയ്താൽ എന്ത് വരും? M into Y by I. സോ ദ കറക്റ്റ് ആൻസർ ഈസ് വാട്ട്? M into Y by I. The option is what? A. So the bending stress in a beam is given by M into Y by I. 18th one, shear stress distribution in a rectangular beam or rectangular beamil എങ്ങനെയായിരിക്കും ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ? യൂണിഫോം ആണോ, പരാബോളിക് ആണോ, ട്രയാങ്കുലർ ആണോ, സീറോ ആണോ? ഏതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ റെക്ടാങ്കുലർ ബീമിൽ? എങ്ങനെയായിരിക്കും? യൂണിഫോം, പരാബോളിക്, ട്രയാങ്കുലർ, സീറോ. അവിടെ പരാബോളിക് ആയിരിക്കും. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ റെക്ടാങ്കുലർ ബീമിൽ എന്തായിരിക്കും? പരാബോളിക് ഷേപ്പ് ആയിരിക്കും. Then deflection of a simply supported beam with the central load. സെൻട്രലാണ് ലോഡ് വരുന്നതെങ്കിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ PLQ by 48EI, PLQ by 3EI, PL by EI, PL square by 2EI. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. PLQ by 3EI എന്നുള്ള ഓപ്ഷനാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഡിഫ്ലക്ഷൻ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് സെൻട്രൽ ലോഡ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20. ഇൻ എ കോമ്പോസിറ്റ് ബോഡി വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി ദ സെയിം ഇൻ ബോത്ത് മെറ്റീരിയൽ? ഒരു കോമ്പോസിറ്റ് ബോഡിയിൽ ഏതായിരിക്കും ഇതിനകത്ത് രണ്ട് മെറ്റീരിയലും സെയിം ആയിട്ട് വരുന്നത്? സ്ട്രെസ് ആണോ, സ്ട്രെയിൻ ആണോ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണോ, നൺ ഓഫ് ദ എബോവ്? കറക്റ്റ്. ഒരു കോമ്പോസിറ്റ് ബോഡിയിൽ എപ്പോഴും സെയിം വരുന്ന ഏതായിരിക്കും? വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ബി സെയിം ഇൻ ബോത്ത് മെറ്റീരിയൽ ഈസ് സ്ട്രെസ്. സ്ട്രെസ് ആയിരിക്കും സെയിം ആയിട്ട് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.